ഹായ് ചങ്ങാതിമാരെ, എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മളുടെ ഇന്നത്തെ യാത്ര ഉളുപ്പൂണിക്കടുത്തുള്ള ഉളുപ്പൂണി ടണലിലേക്കും ഉളുപ്പൂണി വാട്ടർഫാളിലേക്കുമാണ്. മുള പൂത്ത് കഴിഞ്ഞുള്ള പ്രശ്നം വെച്ചാൽ പിന്നെ ആ മുളയുടെ മുട്ടിൽ ഒരു മുള പോലും ഉണ്ടാവില്ല. അവിടെ നല്ല വെയിലായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴേ ഇപ്പം നല്ല തണുപ്പായിരുന്നു. ഇവിടെ നല്ല കാലാവസ്ഥ. കാരണം മതി വെയിൽ വന്നാലും ഇവിടെ അടിപൊളി. ഇവിടെ ഫുള്ള് ജീപ്പ് സവാരിയാണല്ലോ. അപ്പോൾ ആ റൈറ്റ് സൈഡിലോട്ട് നോക്കിയേ, എന്താ പച്ചപ്പ്. ആ റൈറ്റ് സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് വാഗമൺ ടൗൺ. ഉളുപ്പൂണിയിലേക്ക് ബൈക്കിലോ കാറിലോ വരുന്നവരാണെങ്കിൽ കൃത്യമായി പെട്രോൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോവുക. ഏകദേശം 2-3 കിലോമീറ്റർ പോയാൽ ഇല്ലേ വഴിയുണ്ടോ? നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുള്ളൊരു സ്ഥലം ഉണ്ടാകുമെങ്കിലേ എത്ര നശിപ്പിച്ചെന്ന് ചോദിച്ചാൽ. ചൂറ്റുപാറ ജംഗ്ഷൻ, മൂലമറ്റം. ഇതാണ് ചുറ്റുപാറ ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് ഉളുപ്പൂണിക്ക് പോകേണ്ടത്. ഈ വഴിയെടുക്കും. ഉളുപ്പൂണിക്ക് പോകുന്ന വഴിയാ അല്ലേ? ചൂറ്റുപാറ ജംഗ്ഷൻ കഴിഞ്ഞ് ഉളുപ്പൂണിക്ക് പോകുന്ന വഴി. ഉളുപ്പൂണിക്ക് വഴി. ഇപ്പോൾ റോഡ് കുഴപ്പമില്ല. റോഡ് കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലേ നല്ല രസമുണ്ട്. നല്ല റോഡിൻ്റെ റോഡ് നല്ല റോഡും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ പണ്ടത്തെ ഇതല്ലല്ലോ. ഇപ്പം തന്നെ രീതി മാറി. പണ്ടത്തെ പാലം പുഴ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പായി. ഇതാ ഉളുപ്പൂണി എന്ന് പറഞ്ഞ സ്ഥലമായത്. ഉളുപ്പൂണി അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉളുപ്പൂണിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഉളുപ്പൂണി വാട്ടർഫോൾ കാണാനാണ്. അതിനടുത്ത് തന്നെയാണ് ഉളുപ്പൂണി ടണലും. വാഗമൺ പിൽഗ്രീംസ് ഇതൊക്കെ ഒരു ബോർഡ് വെക്കണ്ട ശരിക്കും അല്ലേ? എന്നാൽ അതായിരിക്കും. ആ വരുവാ. റോഡ് ഇച്ചിരി മോശമാണ്. ഈ വലിയ മണ്ണും ചരലിനകത്ത് കയറാതെ
സൂക്ഷിച്ചു ഇറങ്ങി വണ്ടിയുടെ ചാല് വഴിയേ അന്നേരം വലിയ കുഴപ്പം പറ്റില്ല. അതേ സമയത്തൊക്കെ വന്നാലുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടു. സ്ലിപ്പറി ആയിരിക്കും, ചവിട്ടി ചവിട്ടിയ താഴെ ചെല്ലും. അപ്പം അവൻ പറഞ്ഞ വെള്ളം പോകാനുള്ള ടണൽ ഉണ്ടാക്കിയതാ, അത് കാണാൻ പറ്റും. 1.5 കിലോമീറ്റർ താഴെ പോയാൽ മതി. മൺ റോഡ് എവിടെ പോകണമെന്ന് പറഞ്ഞു, ശ്രദ്ധിച്ച് പോകണം, വഴി മോശം എന്ന് പറഞ്ഞു. അപ്പം പണി തന്നെ നോക്ക്, വഴി നോക്ക്. വീടൊക്കെ ഉണ്ടല്ലോ ചേട്ടാ. പിന്നെ ഇവിടെ വീടൊക്കെ ഉണ്ട്. ടണൽ മാത്രമേ ഉള്ളൂ. ഈ വഴി മിക്കാറും ചേട്ടാ ഇറങ്ങി നടക്കേണ്ടി വരും കേട്ടോ തിരിച്ച്. അങ്ങോട്ട് വേണമെങ്കിൽ നടക്കാൻ പോകുന്നിട്ട് അന്ന് രണ്ടുപേരെ നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഉളുപ്പൂണിക്കടുത്തേ ഒരു ടണലിലാണ്. തൊട്ട് താഴെയായിട്ട് ഒരു 50 മീറ്റർ താഴെയായിട്ട് ഒരു ടണലുണ്ട്. മൂലമറ്റം ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നതാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്, ചോദിച്ചത്. ഭംഗിയുള്ള ഒരു കാട്ടുചെടിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. തരൂ. ഇത് പണ്ട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്ന ഏതോ ഒരു പാലമാണ്. ഉണ്ടാക്കിയിട്ടിട്ട് പാലം കെട്ടിയിട്ടേക്കാണ്. ആട്ടുകള്ളം വീരപ്പൻ കാട് കയറുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ യാത്രയല്ലേ? അടിപൊളി യാത്രയാണ്. നല്ല നല്ല യാത്രയാണ്, നല്ല സോളോ യാത്രയായിരുന്നു. ഇങ്ങനെ വേണം യാത്ര ചെയ്യാൻ. നമ്മൾ യാത്ര ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീപ്പിലും മറ്റേലൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ കാരണം. ചെറിയ ചെറിയ വഴികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജീപ്പ് തന്നെ ഇതുവഴി വരാൻ ബുദ്ധിമുട്ടും. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ബൈക്കിന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നല്ല കാഴ്ചയല്ലേ? നല്ല കാഴ്ച. ഷെഡ് ഒടിഞ്ഞു വീണേന്ന് തോന്നുന്നുണ്ടോ? പനയോലയോ? പനയോലയല്ലേ? പനയോല അന്നത്തെ വെയിറ്റിംഗ് ഷെഡ് പോലുള്ള. ഏതായാലും ഈ വഴി നോക്കി, ഇത് തിരിച്ചു പോകുമ്പം ചേട്ടന് ഒരുപാട് നടക്കാനുണ്ട്. കുറേ നടക്കാൻ കാണും. നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാൻ റിസ്ക് എടുക്കില്ല. പിന്നെ എന്തോ അങ്ങോട്ട് ഇറക്കണ്ടെന്നാ ഭംഗി.
പോകാൻ പറ്റുന്ന നമുക്ക് പോകാം. ജീപ്പ് പോകണമെങ്കിൽ നമുക്ക് പോകാൻ പാടാം. ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ ഉപ്പുണിയിലുള്ള മറ്റൊരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇടുക്കി ഡാമിലോട്ട് വെള്ളം എത്തിക്കാനുള്ള ഒരു ടണലാണ്. ഇത് ഉളുപ്പൂണി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉളുപ്പൂണിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല തണുപ്പുണ്ട്. അന്യായ തണുപ്പ്, നല്ല സുഖം. അതെ അതെ, നമ്മളിവിടെ വരണമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അപ്പച്ചനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ, മോനെ മേപ്പോട്ട് പോയ മുട്ടക്കുന്ന പുൽമേടാണ്, പുല്ല് മൊത്തം ഉണങ്ങി കിടക്കുകയാണ്. പുല്ലുണങ്ങി കിടക്കുന്നതുകൊണ്ട് താഴേക്ക് പോയാൽ നിങ്ങൾക്കൊരു ടണൽ കാണാം. ഇടുക്കി ഡാമിലോട്ട് വെള്ളം എത്തിക്കാനുള്ള ടണലാണ്. 3.5 കിലോമീറ്റർ നീളത്തിലാണ് ടണലിൻ്റെ നീളം. ഇതൊക്കെ പറഞ്ഞു, പക്ഷേ പേരോ വഴിയൊന്നും വേറെ പറഞ്ഞില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്യായ സംഭവം കേട്ടോ. ഈ വഴിയിൽ കൂടി താഴോട്ട് ഇറങ്ങി വേണം ടണലിലേക്ക് എത്തിച്ചേരാൻ. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇതിലേക്ക് താഴേക്ക് ഇറങ്ങാവൂ. ഇതേ ഉളുപ്പൂണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ടണലാണ്. ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒരു ടണലാണ്. ഇതിന് ഏകദേശം ഈ ടണലിൽ 3.5 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അന്യായ തണുപ്പാണ് ഇവിടെ. വെള്ളത്തിന് നല്ല അടിപൊളി തണുപ്പാണ്. വെള്ളത്തിന് അടിപൊളി തണുപ്പാണ്. ഈ തുരങ്കത്തിൻ്റെ അകത്ത് സിമെൻറ്റ് സ്പ്രേ ചെയ്തേക്കാണ്. കാര്യം പാറയോ മറ്റ് കല്ലുകളോ ഒന്നും ഇടിഞ്ഞു വീഴാതിരിക്കാൻ സിമെൻറ്റ് സ്പ്രേ ചെയ്തേക്കാണ്. എന്തെങ്കിലും കെമിക്കലോ സിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ തുരങ്കം നശിക്കാതിരിക്കാൻ, വെളിയിൽ നിന്ന് പൊളിഞ്ഞു വീഴാതിരിക്കാൻ ചെയ്തേക്കുന്നതാണ്. 3.5 കിലോമീറ്റർ നീളമുണ്ട് ഈ തുരങ്കത്തിന്. ഏകദേശം 3.5 കിലോമീറ്റർ നീളം എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഞാനീ പറയുന്നത് നിങ്ങൾക്കൊക്കെ വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല എക്കോ ഉണ്ട് ഇവിടെ സംസാരിക്കുമ്പോൾ. ഒരു പരുവമായി എന്നാ തണുപ്പാന്നേ. മുറ്റ് തണുപ്പാണ്. ഫ്രിഡ്ജിൽ പോയില്ല ഇവിടെ തണുപ്പ്. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ. പിന്നെ